വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഹിയർ ഈസ് മൈ എക്സ്ക്ലൂസീവ് ഇന്റലിജൻസ് എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സിഹാന്റെ ഫിയാൻസിയായി അഭിനയിക്കാനുള്ള കോൺട്രാക്ട് സിഹാൻ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം മുത്തശ്ശനെ കാണാൻ പോകാമെന്ന് അവളെ അറിയിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം അവർ രണ്ടുപേരും കൂടി അവന്റെ മുത്തശ്ശൻ താമസിക്കുന്ന ബംഗ്ലാവിലെത്തുന്നു. മുത്തശ്ശൻ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്നിടയിൽ ടെൻഷൻ കാരണം സിഹാന് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. ബാത്റൂം എവിടെയാണെന്ന് സിഹാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പോയിട്ട് വേഗം വരണമെന്ന് പറഞ്ഞാണ് അവൻ അവളെ വിട്ടത്. വലിയ ബംഗ്ലാവ് ആയതുകൊണ്ട് തിരികെ വന്നപ്പോൾ അവൾക്ക് വഴി തെറ്റുന്നു. മെയിൻ ഹാളിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് ഒരു മുത്തശ്ശൻ അവിടെ ഇരുന്ന് ഡ്യൂറിയൻ ഫ്രൂട്ട് പൊളിച്ചെടുക്കാനായി തുടങ്ങുന്ന അവൾ കണ്ടത്. വഴി ചോദിക്കാനായി അടുത്തേക്ക് ചെന്ന അവൾ അത് എളുപ്പത്തിൽ പൊളിക്കാൻ അറിയാമെന്ന് പറഞ്ഞത് വാങ്ങി പൊളിച്ച് മുത്തശ്ശന് കൊടുക്കുന്നു. അതിൽ നിന്നൊരു പീസ് അദ്ദേഹം അവൾക്ക് കഴിക്കാനായി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് തിരികെ ചെല്ലണമെന്ന് സിയാൻ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത്. അവൾ മുത്തശ്ശനുടെ മെയിൻ ഹാളിലേക്കുള്ള വഴി ചോദിക്കുന്നു. അവൾ തിരക്ക് പിടിക്കുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവിടുത്തെ ചെയർമാനെ കാണാൻ വന്നതാണ്, അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വേഗം അവിടെ എത്തണമെന്ന് അവൾ പറയുന്നു. നീ നല്ല മിടുക്കി കുട്ടിയാണ്, അദ്ദേഹത്തിന് ഉറപ്പായി നിന്നെ ഇഷ്ടപ്പെടും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. ഈ പ്രായത്തിൽ ഒരുപാട് ഡ്യൂറിയൻ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നും അവൾ പോകുന്നിടയിൽ വിളിച്ചു പറയുന്നുണ്ട്. തിരികെ എത്തിയപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന ഡ്യൂറിയൻ എവിടെ നിന്ന് കിട്ടിയെന്ന് സിഹാൻ ചോദിക്കുന്നു. അവൾ മുത്തശ്ശനെ കണ്ടതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചെയർമാനെ ആയിരിക്കും അവൾ കണ്ടതെന്ന് സിഹാൻ ഊഹിക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശനും അവിടെ എത്തിയിരുന്നു. അപ്പോഴാണ് സിഹാൻ അബദ്ധം മനസ്സിലായത്. പക്ഷെ അങ്ങനെ എൻകൗണ്ടർ ഉണ്ടായതുകൊണ്ട് തന്നെ ചെയർമാൻ അവളെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. ആന്റി നെഗറ്റീവായിട്ട് പറയുന്നത് പോലും അദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുന്നില്ല. മാത്രമല്ല അവന്റെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇവൾ യൂൻ ഗ്രൂപ്പിന്റെ മകളാണെന്ന് പറയുന്നത് കള്ളമാണ്. യൂൻ ഗ്രൂപ്പിന്റെ യഥാർത്ഥ മകളുടെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആന്റി ഒരു ഫോട്ടോ മുത്തശ്ശനെ കാണിച്ചത്. സിയാനും ഷിയാനും കള്ളമെല്ലാം പൊളിഞ്ഞു എന്നാണ് കരുതിയത്. അപ്പോഴാണ് കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ വെച്ചാണ് ആന്റി അഭിപ്രായം പറഞ്ഞതെന്ന് അറിയുന്നത്. അതോടെ അവർ അവസരത്തിനൊത്ത് സംസാരിച്ച് ആന്റി അബദ്ധക്കാരിയാക്കുന്നു. ചെറുപ്പത്തിൽ എന്നെ കാണാൻ കൊള്ളില്ല എന്നാണ് ആന്റി പറഞ്ഞു വരുന്നത്. അതെന്തായാലും കുഴപ്പമില്ല, ഇനി ആന്റിക്ക് എന്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രഹസ്യമായി അന്വേഷിക്കേണ്ട കാര്യമില്ല, എന്നോട് തന്നെ ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. ആന്റിയൊക്കെ ചമ്മുന്നുണ്ടെങ്കിലും അവൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാക്കുന്നില്ല. എങ്ങനെയെങ്കിലും അവളുടെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടി അടുത്ത ദിവസം ലേഡീസിന് മാത്രമേ ഒരു പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവളും അതിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിക്കുന്നു. ഒഴിഞ്ഞു മാറാൻ അവൾ പലതും പറഞ്ഞു നോക്കിയെങ്കിലും മുത്തശ്ശനെ നിർബന്ധിക്കുന്നതിനാൽ അവസാനം സമ്മതിക്കേണ്ടി വരുന്നു. തിരികെ പോകാൻ വണ്ടിയിൽ കയറിയപ്പോൾ പാർട്ടിയുടെ കാര്യം എങ്ങനെയാവും, അവൾക്ക് തനിച്ച് മാനേജ് ചെയ്യാൻ കഴിയുമോ എന്ന സംശയം ചുയെ ചോദിച്ചെങ്കിലും അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാം എന്ന് സിഹാൻ പറയുന്നു. മാത്രമല്ല ആന്റിക്ക് സംശയമുള്ളത് കൊണ്ട് അന്നു മുതൽ അവൾ അവന്റെ വീട്ടിൽ കഴിയണമെന്നും അവൻ പറയുന്നു. അവൾ സമ്മതിക്കില്ലായിരിക്കുമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ സിയാൻ പെട്ടെന്ന് തന്നെ ഓക്കെ പറയുന്നുണ്ട്. ഇനി മുതൽ റൂം റെന്റും മറ്റ് ബില്ലുകളും നോക്കണ്ടല്ലോ എന്നവൾ സന്തോഷത്തോടെ പറയുന്നു. അവർ അവരുടെ വീട്ടിലെത്തിയപ്പോൾ ജോലിക്കാരെല്ലാം അവരെ സ്വീകരിക്കാൻ തയ്യാറായി പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രധാന ജോലിക്കാരൻ അവളോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. അയാൾ നല്ലവനാണ്, വിശ്വസിക്കാൻ കൊള്ളാമെന്ന് തോന്നുന്നു എന്നൊക്കെ അകത്തേക്ക് കയറുന്ന കൂട്ടത്തിൽ അവൾ പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ ഷിയെ അല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല, ബാക്കിയുള്ളവരെല്ലാം ആന്റി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്പൈ ആണ് എന്ന് സിയാൻ പറയുന്നു. ആന്റിക്ക് എന്താണ് അവനോട് ഇത്ര വിരോധം തോന്നാനുള്ള കാരണം എന്ന് അവൾ ചോദിച്ചപ്പോഴാണ് ആന്റി മുത്തശ്ശന്റെ സ്വന്തം മകളല്ല, ദത്തെടുത്താണെന്ന് സിയാൻ പറഞ്ഞത്. അപ്പോൾ നിനക്കും എന്നെ പോലെ ഈ ലോകത്ത് ആകെ ഒരു ബന്ധു മാത്രമേ ഉള്ളൂ എന്നവൾ ചെറിയ സഹതാപത്തോടെ പറയുന്നു. ഡിന്നർ കഴിയാതിരുന്നപ്പോൾ വില കൂടി എന്തെങ്കിലും ഭക്ഷണമായിരിക്കുമെന്ന് കരുതി സിയാൻ ശരിക്കും ത്രില്ലടിച്ചാണ്ടിരുന്നത്. പക്ഷെ കുറച്ച് വെജിറ്റബിൾ മാത്രമാണ് ഡിന്നറിനായി കഴിക്കാനുണ്ടായിരുന്നത്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് അവൾ ഞെട്ടലോടെ ചോദിക്കുന്നു. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ബഹളം വെക്കാൻ പാടില്ല എന്നൊക്കെ കുറെ ഡിമാൻഡ് അവൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൾ ഓർഡർ ചെയ്തിരുന്ന സ്നെയിൽ റൈസ് നൂഡിൽ ചുയ അവിടേക്ക് കൊണ്ടുവരുന്നു. അതൊന്നും ഇവിടെ പറ്റില്ല എന്നവൻ പറഞ്ഞെങ്കിലും അവളൊന്നും മൈൻഡ് ചെയ്യാതെ അത് വാങ്ങി തുറന്ന് അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങുന്നു. നല്ല ടേസ്റ്റ് ആണെങ്കിലും അതിന്റെ വൃത്തികെട്ട സ്മെല്ലുണ്ട്. സിയാനും ഷിയയ്ക്കും സ്മെല്ലടിച്ച് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും അവളൊന്നും മൈൻഡ് ചെയ്യാതെ കൂളായി കഴിക്കുകയാണ്. കോൺട്രാക്ടിന്റെ പേര് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ എനിക്കും താമസിക്കുന്ന കുറെ കണ്ടീഷൻസ് ഉണ്ട്. എനിക്ക് എന്നെ മറക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം, ശബ്ദം ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാനിവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത് എൻ്റെ കോമിക്കിന് കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് പോയാൽ എന്നെ പോലെ തന്നെയുള്ള ഒരാളെ നീ എവിടെ നിന്ന് കണ്ടെത്തി മുത്തശ്ശനെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് അവൾ തിരിച്ചവനെ ബ്ലാക്ക്മെയിൽ ചെയ്തതോടെ അവന് സൈലന്റ് ആവേണ്ടി വരുന്നു. ഷിയാണ് അവൾക്കുള്ള മുറി കാണിച്ചു കൊടുത്തത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എത്തിപ്പെട്ട ഫീലിംഗ്സ് ആയിരുന്നു അവൾക്ക്. അവൻ മുറിക്ക് പുറത്തേക്ക് പോയതും അവൾ ബെഡിൽ കയറി ചാടുകയും മുറികളിൽ ഓടി നടന്ന ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കി സന്തോഷം പ്രകടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഷിയ പുറത്തുനിന്ന് അവളുടെ ബേളം കേട്ടപ്പോൾ എന്തായാലും പറ്റിയ ഒരാളെയാണ് ബോസ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. കുറെ സമയം കഴിഞ്ഞിട്ടും അവളുടെ ആഘോഷം അവസാനിച്ചിരുന്നില്ല. ബാത്റൂം കണ്ടപ്പോൾ സന്തോഷം ഒന്നുകൂടി കൂടുന്നുണ്ട്. കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ അതിനുള്ളിൽ നിന്ന് തുള്ളിച്ചാടി പാട്ടും പാടിക്കൊണ്ട് അവൾ ശരിക്കും എൻജോയ് ചെയ്യുന്നു. അവളുടെ ബഹളം അടുത്ത മുറിയിൽ ഉറങ്ങാൻ കിടന്ന സിഹാന്റെ ചെവിയിലും എത്തുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ അവൻ സഹിക്കവയ്യാതെ അവളുടെ മുറിയുടെ വാതിൽക്ക് ചെന്ന് മുട്ടുന്നുണ്ട്. പക്ഷെ അകത്തെ ബഹളം കാരണം അവളതൊന്നും കേൾക്കുന്നില്ല. അതിനിടയിൽ കാല് തന്നെ അവൾ നടുവടിച്ച് താഴെ വീഴുന്നുണ്ട്. നിലവിളി കേട്ട് സിയാൻ വാതിൽ തുറന്ന് അകത്ത് ചെല്ലുന്നു. ബാത്ത് ടവൽ മാത്രം എടുത്ത് തറയിൽ കിടക്കുന്ന അവളെ കണ്ട് അവൻ ആകെ വല്ലാത്താകുന്നുണ്ട്. അവനെ കണ്ട് അവളുടെ നിലവിളി ഒന്നുകൂടി കൂടുന്നു. അവൻ മടിയിൽ കിടന്ന ടവലെടുത്ത് അവളുടെ ദേഹത്തെ കെട്ടിട്ട് വേഗം അവിടുന്ന് പോകുന്നു. മുറിയിലെത്തിയപ്പോഴും അവന്റെ വെപ്രാളം മാറിയിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ സിയാൻ ഉണർന്നു വന്നപ്പോൾ തന്നെ അന്ന് രാത്രിയിലെ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനുവേണ്ടി അവളെ റെഡിയാക്കാൻ ഏർപ്പാടാക്കിയ സ്റ്റൈലിസ്റ്റുകളെ അവൻ അകത്തേക്ക് വിളിപ്പിക്കുന്നു. അവർ അവളെ പൊക്കെടുത്തുകൊണ്ട് പോയി ഒരു മേക്ക് ഓവർ തന്നെ നടത്തുന്നു. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ സിയാൻ അവളെ കണ്ട് ശരിക്കും ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. കണ്ണാടിയിൽ നോക്കിയ സിയാൻ ഇത് ഞാൻ തന്നെയാണെന്ന് ചോദിച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് സിയാൻ പറഞ്ഞപ്പോൾ നിനക്കൊരു നല്ല വാക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ ആ സമയത്ത് ഡ്രസ്സിൽ ചവിട്ടി അവൾ അവന്റെ മടിയിലേക്ക് മറിഞ്ഞു വീഴുന്നു. സിയാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് മണപ്പിച്ച് നോക്കിയിട്ട് പെർഫ്യൂമിന്റെ കുറവാണ്.
നിന്നെ ഇപ്പോഴും ആ ന്യൂഡിൽസിന്റെ സ്മെല്ലാണ് എന്ന് പറയുന്നുണ്ട്. പാർട്ടിക്ക് തനിച്ചു പോകാൻ പേടിയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരുപാട് ടഫ് സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്. ഇതൊക്കെ എനിക്ക് വെറും നിസാരമാണ് എന്ന് അവൾ ആത്മവിശ്വാസത്തോടെ പറയുന്നു. അങ്ങനെ അവൾ തനിച്ച് പാർട്ടിക്ക് പോകുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന 2 ലേഡീസ് അവളുടെ അടുത്തേക്ക് ചെന്ന് അബദ്ധത്തിൽ സംഭവിച്ചതുപോലെ മനഃപൂർവ്വം വൈൻ അവളുടെ ഡ്രസ്സിലേക്ക് ഒഴിക്കുന്നു. ആ സമയത്ത് വേറെ സുന്ദരി അവിടേക്ക് കടന്നു വന്ന് അവരെ വഴക്ക് പറഞ്ഞ് ഓടിച്ചുവിടുന്നു. സിയാനെ നേരത്തെ തന്നെ അറിയാവുന്ന രീതിയിലാണ് അവൾ സംസാരിച്ചത്. അവൾ TV ആക്ട്രസ് കിൻ ആണ് എന്ന് സിയാന് മനസ്സിലാകുന്നുണ്ട്. സിയാന്റെ ഡ്രസ്സിൽ വീണത് വൃത്തിയാക്കാൻ വേണ്ടി കിൻ അവളെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ വെച്ച് സിയാനെ വർഷങ്ങളായി പരിചയമുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ സിയാനോട് സൗഹൃദത്തോടെ പറയുന്നു. വൈൻ വീണത് സിയാന്റെ ഷോളിലായതിനാൽ അത് മാറ്റി പകരം ഒരു ഷോൾ അവൾ നൽകുന്നു. അതിൽ അയാമെ ഫുൾ എന്ന് ഫ്രഞ്ചിൽ എഴുതിയിരുന്നു. സിയാന് പക്ഷെ അത് മനസ്സിലാകുന്നില്ല. സിയാൻ പോയിട്ട് എന്തായി കാണുന്ന ടെൻഷനിലായിരുന്നു സിയാൻ ഈ സമയം. അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ചിയെ ചോദിക്കുന്നു. ഈ സമയം സിയാന്റെ ദേഹത്ത് വൈനൊഴിച്ച കൂട്ടുകാരൻ്റെ അടുത്ത് എത്തുന്നു. സത്യത്തിൽ അവർ 3 പേരും കൂടിയുള്ള പ്ലാനിങ് ആയിരുന്നു അതല്ല. പിന്നെയാണ് സിയാന്റെ ആൻറ്റി അവന് വേണ്ടി സെറ്റാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവൾക്കും അവനോട് നല്ല താല്പര്യമുണ്ട്. സിയാന്റെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയാണ് അവർ എല്ലാവരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്തത്. യുൻ ഗ്രൂപ്പിന്റെ ഫാമിലി താമസിക്കുന്നത് ഫ്രാൻസിലാണ്. ഷോളിൽ എഴുതുന്ന ഫ്രഞ്ച് സിയാന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അവൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് അവർ ഉറപ്പിച്ചിരുന്നു. ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് പറഞ്ഞ് അവളെ അപമാനിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ആൻറ്റി എല്ലാവർക്കും പരിചയപ്പെടുത്താനായി സിയാനെ അടുത്തേക്ക് വിളിപ്പിക്കുന്നു. തന്നെ അറിയാവുന്ന രീതിയിൽ ട്വിൻ സംസാരിച്ചപ്പോൾ തന്നെ റൊമാൻറ്റിക് കോമിക് എഴുതുന്ന സിയാന് അവൾ വില്ലനാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ ഷോള് പണിയായിരിക്കുമെന്ന് തോന്നിയാൽ അവൾ അത് ഇടാതെയാണ് വന്നത്. അവളെ അപമാനിക്കാൻ നോക്കിയിരുന്ന കിൻ ശരിക്കും ചമ്മന്നു. സിയാൻ പിന്നീട് തനിച്ചു നിന്നപ്പോൾ നീ അഭിനയിക്കാൻ നല്ല മിടുക്കിയാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കിൻ അടുത്തേക്ക് ചെല്ലുന്നു. നീയും ഒട്ടും മോശമല്ല എന്ന് സിയാനും പറയുന്നു. എന്നിട്ട് അബദ്ധം പറ്റിയതുപോലെ അവളുടെ കയ്യിലിരുന്ന വൈൻ അവൾ കിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചിട്ട് ആ ഷോളും അവൾക്ക് ഇട്ട് കൊടുക്കുന്നു. കിൻ ദേഷ്യസഹിക്കമായത് അവളുടെ കയ്യിലിരുന്ന വൈൻ സിയാന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. സിയാൻ പിന്നെ വെറുതെ വിടുമോ? അവൾ കിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിടുന്നു. എല്ലാവരും കൂടി അവളെ പിടിച്ചു കയറ്റുന്നു. ഗസ്റ്റിനോട് മര്യാദയില്ലാതെ പെരുമാറി എന്ന് പറഞ്ഞ് ആൻറ്റി സിയാനെ നേർക്ക് തിരിഞ്ഞെങ്കിലും അവർ എന്നോട് ചെയ്തതിന് പകരമാണ് ഞാൻ ചെയ്തത്. ഇനി എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അവിടെത്തിയ സിയാൻ അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, അവൾ ചെയ്തത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. മാത്രമല്ല മടിയിലുണ്ടായിരുന്ന ഷാൾ ചിയെ കൊണ്ട് അവളെ പുതപ്പിക്കുകയും ചെയ്യുന്നു. സിയാന്റെ അടുത്തേക്ക് ചെന്ന് സ്നേഹപ്രകടനം നടത്തുന്നുണ്ട്. എല്ലാം കൂടി കണ്ടപ്പോൾ കിന്നും ആൻറ്റിയും ആകെ കലി കയറുന്നുണ്ടെങ്കിലും സിയാൻ അവരെ മൈൻഡ് ചെയ്യാതെ അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. വണ്ടിയിലെത്തി കഴിഞ്ഞപ്പോൾ എന്തിനാണ് അവർ വന്നത് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ തനിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ടെൻഷൻ അടിച്ച് വന്നതാണെന്ന് ചിയെ പറയുന്നു. സിഹാൻ പതിവ് പരിക്ക് സ്വഭാവത്തിന് വിപരീതമായി അവളുടെ മുഖത്ത് പറ്റുന്ന കുറച്ച് വെള്ളത്തുള്ളികൾ സ്വന്തം കർജീഫ് കൊണ്ട് തുടയ്ക്കുന്നു. അവൻ്റെ റിയാക്ഷൻ സിയാനെ പോലും ഒന്ന് അമ്പരപ്പിക്കുന്നു. പക്ഷെ തീരെ പ്രതീക്ഷിക്കാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തുമ്മിപ്പോകുന്നുണ്ട്. തണുപ്പടിച്ചെന്ന രാത്രി തന്നെ അവൾക്ക് കോൾഡ് പിടിക്കുന്നു. സിയാൻ ഡോക്ടറെ വിളിച്ച് ചെക്ക് ചെയ്യിക്കുന്നുണ്ട്. റെസ്റ്റ് എടുത്താൽ മതി, മറ്റു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ശേഷം ഡോക്ടർ പോകുന്നു. ചിയെ പറഞ്ഞ ശേഷം സിയാൻ അവൾക്ക് കൂട്ടിരിക്കുന്നു. അവളുടെ പുതപ്പ് പിടിച്ച് നേരിട്ട് കൊടുക്കുന്നതിനിടയിൽ അവൾ അവൻ്റെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവൻ പിടിപിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നുകൂടി മുറുക്ക പിടിക്കുന്നതിനല്ല, അവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അടുത്തത് രാവിലെ ഉണർന്നപ്പോഴേക്കും അവളുടെ പനിയൊക്കെ വിട്ടിരുന്നു. അവൾ എഴുന്നിട്ട് സിയാന്റെ മുറിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ ബെഡിൽ കണ്ണടച്ച് കിടക്കുകയാണ്. ചിയാകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. 3 ഡോക്ടർമാർ വളരെ സീരിയസ് ആയി എന്തോ ഡിസ്കസ് ചെയ്യുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ അവനെന്തോ സീരിയസ് പ്രശ്നമാണെന്ന് തന്നെ വിചാരിച്ച് അവൾ ഓടിച്ചെന്ന് ചിയയോട് വിവരം തിരക്കുന്നു. അപ്പോഴാണ് വൈറൽ ഫീവർ ആണ് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയത്. അത് കേട്ടതും ഇതായിരുന്നു കാര്യം, ഞാനൊക്കെ പേടിച്ചു പോയില്ലെന്ന് പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിക്കുന്നു. ഇതത്ര വലിയ കാര്യമൊന്നുമല്ല, കുറച്ച് ചുക്കാപ്പിട്ട് കൊടുത്താൽ തീരാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അവൾക്ക് ഒട്ടും നന്ദിയില്ലല്ലോ എന്ന് അപ്പോഴേക്കും കണ്ണു തുറന്ന് സിയാൻ പറഞ്ഞപ്പോൾ അത് ശരിയാണ്, അവളെ ശുശ്രൂഷിച്ചതുകൊണ്ടാണ് ബോസിന് പനി കിട്ടിയത് എന്നവൾക്ക് ചിന്തിക്കാമായിരുന്നു എന്ന് ചിയെ കളിയായി പറയുന്നുണ്ട്. സിയാൻ അന്ന് തന്നെ അമ്മയുടെ ട്രീറ്റ്മെന്റ് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി അത്യാവശ്യമായി ഹോസ്പിറ്റലിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് കോൾ വരുന്നു. സിയാനോട് പറയാതെ അവൾ അവിടേക്ക് പോകുന്നു. പക്ഷെ ആൻറ്റിയുടെ സ്പൈ വഴി വിവരം കിട്ടിയ കിൻ അവളെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സിയാൻ അറിയാതെ കിൻ അവളെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുന്നു. തിരിച്ചറിയാതിരിക്കാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലിഫ്റ്റിൽ കയറിയപ്പോൾ സിയാൻ ആളെ മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൾക്ക് പണിയെടുക്കാൻ വേണ്ടി സിയാൻ ഗൈനോക്കോളജി വിഭാഗത്തിലേക്ക് ഓടിക്കയറുന്നു. അവളെ ഫോളോ ചെയ്ത് കിൻ അകത്ത് കയറിയപ്പോൾ സിയാൻ ഓടിച്ചെന്ന് അവളുടെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റി ആക്ട്രസ് കിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അതോടെ അവളെ കാണാനും ഫോട്ടോ എടുക്കാനുമായി ചുറ്റും ആൾ കൂടുന്നു. ആ ഗ്യാപ്പിൽ അവളുടെ കണ്ണുപടിച്ച് സിയാൻ സ്ഥലം വിടുന്നു. ഡോക്ടറെ കണ്ട് സംസാരിച്ച ശേഷമാണ് അവൾ അമ്മയുടെ അടുത്തെത്തിയത്. മുമ്പ് അവൾ അവിടെ ഒരു ദിവസം ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന പേഷ്യൻ്റ് ഇപ്പോൾ അമ്മയുടെ ഫ്രണ്ടായി അമ്മയ്ക്കൊപ്പം ഗെയിം കളിക്കുകയായിരുന്നു. അമ്മ അവരെ പരസ്പരം പരിചയപ്പെടുത്തുന്നുണ്ട്. ക്യൂബ് എന്നാണ് അവൻ്റെ പേര്. അമ്മ അവനൊപ്പം ഗെയിം കളിച്ച് തോറ്റ് വഴിക്കായിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അവനോട് ഒന്ന് മത്സരിക്കാൻ അമ്മ അവളെ നിർബന്ധിക്കുന്ന കളി തുടങ്ങുന്നു. എത്ര ശ്രമിച്ചിട്ട് സിയാനെ തോൽപ്പിക്കാൻ അവന് കഴിയുന്നില്ല. അവളാണ് ജയിച്ചത്. കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നിട്ട് അവൾ മടങ്ങുന്നു. ലിഫ്റ്റ് എടുത്തത്രയപ്പോഴാണ് ഫോൺ മുറിയിൽ വെച്ച് മറന്നു എന്ന് അവൾ അറിയുന്നത്. പക്ഷെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ലിഫ്റ്റ് തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു അമ്മാവൻ വീണെടുക്കുന്നതുകൊണ്ട് അവൾ ഓടി അടുത്തേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഡോക്ടർമാരെയും മറ്റും ഉറക്കെ വിളിക്കുന്നുമുണ്ട്. സിസ്റ്റർമാർ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഫോണുമായി ക്യൂബ് അവിടെ എത്തിയിരുന്നു. അവളുടെ വീചാറ്റ് ഐഡി ചോദിച്ചെങ്കിലും അവളത് പറഞ്ഞു കൊടുക്കുന്നില്ല. ആ സമയത്ത് അവളുടെ ഫോണിലേക്ക് സിയാന്റെ കോൾ വരുന്നത് അവൻ കാണുന്നു. അവൾക്ക് എങ്ങനെയാണ് സിയാനെ പരിചയമെന്ന് അവൾ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. സിയാൻ തിരികെ എത്തിയപ്പോൾ അവളെ വഴക്ക് പറയാനായി സിയാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
അവരുടെ കോൺട്രാക്ട് അനുസരിച്ച് വീക്കെൻഡിൽ ചിയ കൂടുതലുള്ളപ്പോൾ മാത്രമേ അവൾക്ക് ഫാമിലിയെ കാണാൻ അനുവാദമുള്ളൂ. അത് തെറ്റിച്ചതിനും ആൻറ്റി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്താക്കാമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒക്കെ അവൻ അവളെ ശരിക്കും വഴക്ക് പറയുന്നു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, കോൺട്രാക്ട് അനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ അടുക്കാറായി. ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ എനിക്കപ്പോൾ നാളെ രാവിലെ വരണമെന്ന് കൂടി അവൻ പറയുന്നു. വഴക്ക് കേട്ടതിന് മൂഡ് ഓഫ് ആയിരുന്നെങ്കിലും ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.